ഒരു 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 ലെവലിലേക്ക് ഇങ്ങനെ ഒരു നിശബ്ദതയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് മൈൻഡ് പുറത്തേക്ക് വലിക്കും, ഒരു ഷോക്ക് പോലെ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഒരു ജീവിതചര്യയുണ്ട്, ഹാബിറ്റ് ഉണ്ട്, ചില ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, അത് നമ്മളെ പുറത്തേക്ക് എടുക്കും. നമ്മളിങ്ങനെ ശീലിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ ശീലിച്ച കാര്യങ്ങൾ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും. അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു അന്നത്തെ സമയത്ത് ബാബാജി തന്ന ഒരു അഡ്വൈസ് ആയിരുന്നു, വേറൊരാൾ വഴി മനസ്സ് രണ്ടാക്കി പകുത്തിട്ട് രണ്ട് ഭാഗമാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ പറഞ്ഞിട്ട്. അതായത് മനസ്സിന് രണ്ടായി കാണുക, രണ്ട് സ്ഥലത്ത്. അത് നമ്മൾ അതും ഒരു സങ്കല്പം തന്നെയാണ്. മനസ്സങ്ങനെ 10 കഷ്ണമൊന്നുമില്ല, ഒരു മനസ്സേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അതെങ്ങനെ വേണമെങ്കിൽ അത് വെക്കാൻ പറ്റും. അപ്പോൾ രണ്ട് ഭാഗമാക്കി വെക്കുമ്പോൾ ഒരു സൈഡിൽ എന്താ ഉള്ളത്, മുഴുവൻ നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം മുതലായ കാര്യങ്ങൾ. ഇപ്പുറത്തെ സൈഡിൽ വെറും ഊർജം, എനർജി, ആത്മാവ് എന്നെങ്കിൽ ആത്മാവ് പറയാം, ശക്തി എന്ന് വെച്ചാൽ ശക്തി പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. അത് ഒരു സൈഡിൽ. ഇത് രണ്ടും വേറെ തന്നെയാണ്. ഈ ഊർജം മനസ്സിൽ കൂടെ കയറുമ്പോഴേ മനസ്സ് ചലിക്കുന്നുള്ളൂ, ഊർജം ശരീരത്തിലുള്ളപ്പോഴേ ജീവനുള്ളൂ. അപ്പോൾ ഈ ഊർജത്തിന് വലിയ റോളുണ്ട്, എനർജിക്ക് ഭയങ്കര റോളുണ്ട് ഇതിൽ, വളരെ. ആ റോൾ, അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാനായി കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതത്തിൻ്റെ ഈ രണ്ട് വശം കാണാൻ പറ്റും എല്ലാ സമയത്തും. അതായത് ഒരു സൈഡിൽ നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, എല്ലാ കാര്യങ്ങളും, അതിൻ്റെ കൂടെ വരുന്ന നമ്മുടെ വ്യക്തിത്വം എല്ലാം അതിൽ വരും ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ ഊർജം മാത്രം. ഇപ്പം ഈ ലൈറ്റുണ്ട്, ഫാനുണ്ട്, ഇതെല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ. അതിൽ ഊർജം ഇല്ലെങ്കിൽ ഇത് ചലിക്കുമോ, അല്ലെങ്കിൽ വെളിച്ചം കാണുമോ? ഇല്ലല്ലോ. അതിലപ്പോൾ എന്തിനാ പ്രസക്തി? ഇവിടെ ഊർജത്തിനാണ്, എനർജിക്കാണ് പ്രസക്തി. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഊർജത്തിനാണ് പ്രസക്തി. ആ ഊർജം ഉള്ള സമയത്ത് ശരീരമുണ്ട്, ചലിക്കുന്നുണ്ട്, മനസ്സ് ചലിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ ചലിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഊർജത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതങ്ങനെ രണ്ടായി കണ്ട സമയത്ത് കാര്യങ്ങൾ വളരെ ക്ലിയറായി. പിന്നെ വാസനകളോ വിചാരങ്ങളോ അഫക്റ്റ് ചെയ്യാണ്ടായി. അത് വരും, അതൊന്നും ഇല്ലാണ്ടിരിക്കില്ല, അത് വരും. പക്ഷെ അത് നമ്മളെ അടിമപ്പെടുത്താണ്ടായി, അത് നമ്മളെ പിടിച്ചു വെക്കാണ്ടായി. അതോടുകൂടെ വളരെ വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് വന്നു. പിന്നെ എവിടെ നോക്കുമ്പോഴും നമ്മൾ ഓരോ വ്യക്തികളെ അല്ല കാണുക, ആ ഊർജം ആക്ടിവേറ്റ് ചെയ്യുന്ന ഓരോ രൂപങ്ങളാണ് കാണുന്നത്. വ്യക്തിത്വത്തിന് വാല്യൂ കുറഞ്ഞു. വ്യക്തിത്വത്തിന് എല്ലാവർക്കും അവരവരുടെ വ്യക്തിത്വം ഉണ്ട്. നമ്മൾ അതനുസരിച്ചാണ് ആൾക്കാരെ മനസ്സിലാക്കുന്നത്. ആ വ്യക്തിത്വം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരെ കാണുന്നത്, മനസ്സിലാക്കുന്നത്. പക്ഷേ വ്യക്തിത്വത്തിൻ്റെ പിന്നിലുള്ള ഊർജത്തിനെ നമ്മൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ, ആ ഊർജ്ജമുള്ള സമയത്ത്, ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ ബാക്കിൽ ഊർജ്ജം ഉള്ളപ്പോഴേ ലൈറ്റുള്ളൂ. അതേപോലെ ആ ഊർജത്തിൻ്റെ പ്രസക്തി കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവം കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ കാര്യത്തിന് വളരെ ക്ലാരിറ്റിയായി. അപ്പം നമ്മൾ ഒരു പുറത്ത് നോക്കുമ്പോൾ ഒരു മരമാണെങ്കിലും ചെടിയാണെങ്കിലും പക്ഷിയാണെങ്കിലും മൃഗമാണെങ്കിലും ഇതേപോലെ കാണാൻ പറ്റും. ഏത് ഊർജം ചലിപ്പിക്കുന്ന രൂപവും. അപ്പം നമ്മൾ രൂപത്തിൻ്റെ മുകളിൽ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഡിപ്പെൻഡൻസി ഒന്നുമില്ല. എന്തുകൊണ്ട് ഇയാൾ ഇന്ന മാതിരി പെരുമാറുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതേപോലെ രൂപമുണ്ട്, അങ്ങനെയൊന്നുമില്ല. പല രൂപങ്ങൾ, അത് ചലിപ്പിക്കുന്ന ഊർജവും, ഒറ്റ ഊർജം. ആ ഒരൊറ്റ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒന്ന് തന്നെയല്ലേ, ഒറ്റ ലൈനിൽ കൂടിയല്ലേ വരണേ. പക്ഷേ എത്ര ബൾബുണ്ട് ഇവിടെ, എത്ര ട്യൂബ് ലൈറ്റ് ഉണ്ട്, എത്ര ലൈറ്റ് ഉണ്ട്, സൗണ്ട് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ ഒരൊറ്റ ഇലക്ട്രിസിറ്റി അല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എത്രയോ രൂപങ്ങളുണ്ട്, പക്ഷെ ആ രൂപങ്ങളുടെ പുറകിൽ ഒറ്റ എനർജിയേ ഉള്ളൂ. ആ ഒരൊറ്റ എനർജി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാണ്ടായില്ലേ. വ്യക്തിത്വങ്ങളുണ്ട്, കാരണം എന്താ വെച്ചാൽ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടാണ് ശരീരം എടുത്തിട്ടുള്ളത്. ആ വ്യക്തി പ്രഭാവമുണ്ട്, അത് പ്രസക്തിയുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശരീരം എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ ഊർജ്ജവും ഒന്നാണ്. വേറെ വേറെ രൂപം വെച്ചിട്ട് വരുന്നു ലോകത്ത് കുറച്ച് കാലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ആ രൂപം വിട്ടിട്ട് വേറെ രൂപത്തിലേക്ക് പോകണം, ഇതേ എനർജി. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ലാർജർ പിക്ചർ കാണാൻ സാധിക്കുമോ? നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രം മെഡിറ്റേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് എല്ലാതിൻ്റെ ഉള്ളിലും നടക്കുന്ന കാര്യങ്ങൾ അറിയാം, എല്ലാതിൻ്റെ ഉള്ളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം.